ഹായ് ഓൾ, വെൽക്കം ടു നീറ്റ്. ആനിമൽ കിങ്ഡം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊളസ്ക വരെയുള്ള എല്ലാ ഫൈലംസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ ഫൈലം എക്കൈനോഡെർമേറ്റയും ഫൈലം ഹെമികോഡേറ്റയാണ് പഠിക്കുന്നത്. ഫൈലം എക്കൈനോഡെർമേറ്റ. എക്കൈനോഡെർമേറ്റയ്ക്ക് ഈ പേര് വന്നത് എങ്ങനെയാണ്? കാരണം എക്കൈനോഡെർമേറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്പൈനി ബോഡീഡ് എന്നാണ്. സ്പൈനി ബോഡീഡ്, അതായത് സ്പൈന് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ മുള്ള് പോലെയുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ കൊള്ളുന്ന, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്പൈനി ബോഡീഡ് ആണിവർ. അതിൽ നിന്നാണ് എക്കൈനോഡെർമേറ്റ എന്ന് പേര് വന്നത്. എങ്ങനെയാണ് ഇവർക്ക് സ്പൈനി ബോഡി വന്നത്? കാരണം ഇവർക്ക് കാൽക്കേറിയസ് ഓസിക്കിൾ വെച്ചിട്ടുള്ള ഒരു എൻഡോസ്കെലിട്ടൺ ഉണ്ട്. എൻഡോസ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണ്. ബോഡിക്കുള്ള ആങ്കറേജ് അല്ലെങ്കിൽ അതിനൊരു കറക്റ്റ് ഒരു ഷേപ്പ് കൊടുക്കാനായിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിനെയാണ് സ്കെലിട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എൻഡോസ്കെലിട്ടൺ, ബോഡിയുടെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. അങ്ങനെ കാൽക്കേറിയസ് ഓസിക്കിൾ കൊണ്ടുള്ള ഒരു എൻഡോസ്കെലിട്ടൺ ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവരെ സ്പൈനി ബോഡിയുടെ അല്ലെങ്കിൽ എക്കൈനോഡെർമേറ്റ എന്ന് വിളിക്കുന്നത്. ഇതിലെ മെമ്പേഴ്സ് എല്ലാവരും തന്നെ കടലിൽ അല്ലെങ്കിൽ മറൈനായിട്ടാണ് കാണപ്പെടുന്നത്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇനി ഈ എക്കൈനോഡെർമേറ്റയെ പറ്റിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് അടുത്തത് പറയാൻ പോകുന്നത്. അഡൾട്ട് ആയിട്ടുള്ള എക്കൈനോഡെർമേറ്റകൾ റേഡിയലി സിമെട്രിക്കൽ ആയിരിക്കും. അതായത് അഡൾട്ടിനെ നമുക്ക് അതിൻ്റെ ബോഡിയുടെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഏത് പ്ലെയിനിൽ കൂടി നമ്മൾ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫ്സ് നമുക്ക് കിട്ടും. അഡൾട്ട്സ് റേഡിയൽ സിമെട്രിക്കൽ ആണ്. ഇനി ലാർവ എന്ന് പറയുമ്പോൾ ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. അതായത് ബോഡിയുടെ സെൻറ്ററിൽ കൂടി പോകുന്ന ഏതെങ്കിലും ഒറ്റൊരു പ്ലെയിനിൽ കൂടെ മുറിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈക്വൽ ആയിട്ടുള്ള 2 ഹാഫ്സ് കിട്ടുന്നത്. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ കൂടി നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഹാഫ്സ് ആയിരിക്കില്ല കിട്ടുന്നത്, അൺഈക്വൽ ഹാഫ്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഒറ്റൊരു പ്ലെയിനിൽ കൂടി മുറിക്കുമ്പോൾ മാത്രം ഈക്വൽ ഹാഫ്സ് കിട്ടുന്നതിനെയാണ് ബൈലാറ്ററലി സിമെട്രിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ലാർവ ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, പക്ഷേ അഡൾട്ട്സോ റേഡിയൽ സിമെട്രിക്കൽ ആണ്. ഇതാണ് എക്കൈനോഡെർമേറ്റയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇനി ഇവർക്ക് 3 ജേം ലെയേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണെന്ന് പറയാം. അതുപോലെ ഇവരുടെ ബോഡി ക്യാവിറ്റി ഉണ്ട്. ബോഡി ക്യാവിറ്റിയെ ലൈൻ ചെയ്യുന്നത് മീസോഡേം ആണ്, അതുകൊണ്ട് ഇവർ സീലോമേറ്റ്സ് ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. എന്താണ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? അതായത് ഒരു മൗത്തും ഉണ്ട്, ഒരു ഏനസും ഉണ്ട്. ഇങ്ങനെ 2 ഓപ്പണിംഗ് ഉണ്ടെങ്കിലാണ് അതിനെ ഒരു കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എക്കൈനോഡേംസിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. ഇവരുടെ വെൻട്രൽ സൈഡിലാണ് മൗത്ത് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ലോവർ സൈഡിൽ. വെൻട്രൽ ഡോഴ്സൽ എന്താണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖവും വയറും ഒക്കെ വരുന്ന ഫ്രണ്ട് പാർട്ടിനെയാണ് വെൻട്രൽ സൈഡ് എന്ന് പറയുന്നത്. നമ്മുടെ ബാക്ക് സൈഡിനെയാണ് ഡോഴ്സൽ എന്ന് പറയുന്നത്. അതുപോലെ ഓരോ ഓർഗാനിസത്തിനും ഉണ്ട്. അപ്പോൾ ഈ എക്കൈനോഡേംസിൻ്റെ താഴ്ഭാഗം, ലോവർ ഭാഗം അതിനെയാണ് വെൻട്രൽ എന്ന് പറയുന്നത്. അതായത് ഇതൊരു ഓർഗാനിസം ആണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം, അതിനെയാണ് ഡോഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ മുകൾ ഭാഗത്താണ് ഇതിൻ്റെ ഏനസ് കാണപ്പെടുന്നത്, താഴ്ഭാഗത്ത് അല്ലെങ്കിൽ വെൻട്രൽ സൈഡിലാണ് മൗത്ത് കാണപ്പെടുന്നത്. ഇങ്ങനെ മൗത്തും ഏനസും ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഇവർക്കൊരു വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉണ്ട്. ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇവരെ ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേതാണ് ലോക്കോമോഷൻ, അതായത് മൂവ്മെൻറ്റ്. അവർക്ക് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഫുഡിനെ ക്യാപ്ചർ ചെയ്യുകയും ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ്, അതായത് ഫുഡിനെ മൗത്തിൽ കൂടി ആയിരിക്കുമല്ലോ ഫുഡിനെ ക്യാപ്ചർ ചെയ്യുന്നത്, എന്നിട്ട് ബോഡിയിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പല പാർട്ടിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക. ഇതും ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഒരു ഫങ്ഷനാണ്. അതുപോലെ റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനം, ഇതും ചെയ്യുന്നത് ആരാണ്? വാട്ടർ വാസ്കുലർ സിസ്റ്റമാണ്. ഇനി ഇവർക്കൊരു എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്. എക്സ്ക്രീറ്ററി സിസ്റ്റമായിട്ടില്ല, പക്ഷേ ഏനസിലൂടെയാണ് വേസ്റ്റ് പ്രൊഡക്ട്സ് റിമൂവ് ചെയ്യുന്നത്. ഡൈജസ്റ്റീവ് പ്രൊഡക്ട്സ് ഏനസിലൂടെ പോകുന്നു. അല്ലാതെ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ആബ്സെൻ്റ് ആണ്.
സെക്സസ് സെപ്പറേറ്റ് ആണ്, അതായത് ഇവർ ഡയേഷ്യസ് ആണ്. ഇനി റീപ്രൊഡക്ഷൻ സെക്ഷൽ ആണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് കാണിക്കുന്നത്. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്, അതായത് ഔട്ട്സൈഡ് ബോഡിയാണ്. ഔട്ട്സൈഡ് ബോഡിയിലാണ്, ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ടല്ല, പുറത്ത് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഡെവലപ്മെൻറ്റും ഇൻഡയറക്റ്റ് ആണ്, അതായത് ഒരു ലാർവൽ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് ഇവർ അഡൾട്ടായിട്ട് മാറുന്നത്. ഈ ലാർവ എന്ന് പറയുന്നത് ഫ്രീ സ്വിമ്മിങ് ആണ്, ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ള ഒരു ലാർവ ഇവർക്കുണ്ട്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ആസ്റ്റെറിയാസ് അല്ലെങ്കിൽ ആസ്റ്റെറിസ്, സ്റ്റാർ ഫിഷ്, പിന്നെ സീ അർച്ചിൻ അല്ലെങ്കിൽ എക്കൈനസ്, ആൻറ്റഡോൺ ഓർ സീ ലില്ലി, കുക്കുമേറിയ ഓർ സീ കുക്കുംബർ, ഒഫിയൂറ ഓർ ബ്രിട്ടിൽ സ്റ്റാർ. ഇതൊക്കെയാണ് ഫൈലം എക്കൈനോഡെർമേറ്റയിലെ മെമ്പേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ബോഡി കണ്ടോ, ഇങ്ങനെ മുള്ളു പോലെ കൊള്ളുന്ന രീതിയിൽ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരെ സ്പൈനി ബോഡിയുടെ എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് ഫൈലം ഹെമികോഡേറ്റ. ഫൈലം ഹെമികോഡേറ്റെ പണ്ട് നമ്മൾ ഫൈലം കോഡേറ്റയുടെ ഒരു സബ് ഫൈലമായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത് മുൻപ്. അതായത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൈലം കോഡേറ്റയാണ്. ഹെമികോഡേറ്റയ്ക്ക് ശേഷം ഫൈലം കോഡേറ്റയാണ് അടുത്ത ഫൈലം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സബ് ഫൈലമാണ് ഹെമികോഡേറ്റ എന്നാണ് ആദ്യം കരുതിയിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ അതിനെ വേറെ ഒരു സെപ്പറേറ്റ് ഫൈലുമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇവരുടെ പ്രത്യേകത എന്താ? ഇവർക്ക് അവരുടെ കോളർ റീജിയനിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു റുഡിമെൻ്ററി സ്ട്രക്ചർ, അതായത് അത്ര ഡെവലപ്ഡ് അല്ലാത്തൊരു സ്ട്രക്ചർ. അതിനെയാണ് റുഡിമെൻ്ററി എന്ന് പറയുന്നത്. അതത്ര വെൽ ഡെവലപ്ഡ് ഒന്നും അല്ല, വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ. അത് ഇവരുടെ ബോഡിയിലെ കോളർ റീജിയനിലുണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റോമോകോഡ് എന്ന് പറയുന്നത്. ഈ സ്റ്റോമോകോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഫൈലം കോഡേറ്റയിൽ കാണപ്പെടുന്ന നോട്ടോകോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറുമായിട്ട് സിമിലാരിറ്റി ഉള്ളതാണ്. അപ്പോൾ എന്താണ്? ഫൈലം ഹെമികോഡേറ്റയിലെ മെമ്പേഴ്സിന് കോളർ റീജിയനിൽ ഒരു റൂഡിമെൻ്ററി സ്ട്രക്ചർ ഉണ്ട്, അതായത് ഒട്ടും ഡെവലപ്ഡ് അല്ലാത്ത ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് സ്റ്റോമോകോഡ് എന്ന് വിളിക്കുന്നത്. ഈ സ്റ്റോമോകോഡിന് നോട്ടോകോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. നോട്ടോകോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈലം കോഡേറ്റയിലെ മെമ്പേഴ്സിൽ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് നോട്ടോകോഡ്. ഇതുകൊണ്ട് തന്നെയാണ് ഇവരെ ആദ്യം നമ്മൾ ഫൈലം കോഡേറ്റയുടെ ഒരു സബ് ഫൈലമായിട്ട് കണക്കാക്കിയത്. ഇനി ഈ ഗ്രൂപ്പിൽ, ഹെമികോഡേറ്റ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൽ കുറേ വേം ലൈക്ക് മറൈൻ ആനിമൽസ് ആണ് വരുന്നത്. അതായത് വേംസ്, പുഴുക്കളെ പോലെയുള്ള പക്ഷെ മറൈൻ ആയിട്ടുള്ള ആനിമൽസിനെയാണ് കാണപ്പെടുന്നത്. ഓർഗൻ സിസ്റ്റം ലെവലാണ് ഓർഗനൈസേഷൻ, ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ്സ് ആണ്. ഇവരുടെ ബോഡി സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. ഇനി ഇവരുടെ ബോഡിയിൽ ചില പാർട്സ് ഉണ്ട്. ഏറ്റവും ഫ്രണ്ടിൽ ആൻറ്റീരിയറിലായിട്ട് പ്രൊബോസിസ്, പിന്നെ ഒരു കോളർ. നമ്മൾ പറഞ്ഞല്ലോ സ്റ്റൊമോഡിയം എന്ന് പറയുന്ന സ്ട്രക്ചർ കോളർ റീജിയനിലാണ് കാണപ്പെടുന്നത്. പിന്നെ നല്ല നീളമുള്ളൊരു ട്രങ്കും ഉണ്ട്. ആൻറ്റീരിയർ പ്രൊബോസിസ് ഉണ്ട്, കോളറുണ്ട്, അതുപോലെ ഒരു ലോങ് ട്രങ്കും ഉണ്ട്. സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ആണ്, അതായത് ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ബോഡിയിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അതിൽ ബാത്ത് ചെയ്താണ് ബാക്കി സെൽസ് എല്ലാം ബോഡിയിലുള്ളത്. റെസ്പിറേഷൻ ഗിൽസ് വഴിയാണ്. എക്സ്ക്രീറ്ററി ഓർഗനാണ് പ്രൊബോസിസ് ഗ്ലാൻഡ്, അതായത് വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് പ്രൊബോസിസ് ഗ്ലാൻഡ് വഴിയാണ്. സെക്സസ് സെപ്പറേറ്റ് ആണ്, അതായത് ഇവർ ഡയേഷ്യസ് ആണ്. ഫെർട്ടിലൈസേഷൻ ബോഡിയുടെ പുറത്ത് വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇവർ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് കാണിക്കുന്നതെന്ന് പറയാം. ഒരു ലാർവൽ സ്റ്റേജിലൂടെയാണ് ഇവർ അഡൾട്ടായിട്ട് മാറുന്നത്. സോ നമുക്ക് ഇവരുടെ ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണെന്ന് പറയാം. ഇനി എക്സാമ്പിൾ ബെലനോഗ്ലോസസ്, അതിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ആൻറ്റീരിയർ റീജിയൻ, ബോഡിയുടെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് പ്രൊബോസിസ് കാണാൻ പറ്റും. പിന്നെ അടുത്ത പാർട്ടിലുള്ളതാണ് കോളർ. ഈ കോളർ റീജിയനിലാണ് സ്റ്റൊമോഡിയം കാണപ്പെടുന്നത്. ഏറ്റവും ലാസ്റ്റ് എന്തുണ്ട്? ട്രങ്ക് ഉണ്ട്. അടുത്ത എക്സാമ്പിളാണ് സാക്കോഗ്ലോസസ്. ഇവർ നമ്മൾ പറഞ്ഞില്ലേ വേം ലൈക്കാണ്, ഇതിനെ കണ്ടാൽ ഒരു വേമിനെ പോലെ ഇല്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു മൈൻഡ് മാപ്പ് നോക്കാം.
ഫൈലം കോഡേറ്റയിൽ എന്താണ് സ്പൈനി ബോഡിഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഇവർക്കൊരു കാൽക്കേറിയസ് ഓസിക്കിളിന്റെ എൻഡോസ്കെലട്ടൺ ഉണ്ട്. എല്ലാവരും മറൈൻ ഓർഗാനിസം ആണ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, അഡൾട്ട്സ് റേഡിയൽ സിമെട്രി ആണ് കാണിക്കുന്നത്, ലാർവ ബൈലാറ്ററൽ സിമെട്രി ആണ് കാണിക്കുന്നത്. ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ്സ് ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ മൗത്തും ഏനസും ഉണ്ട്, സോ അത് കംപ്ലീറ്റ് ആണ്. പിന്നെ ഒരു വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉണ്ട്. ഇത് ലോക്കോമോഷനും ഫുഡിൻ്റെ ക്യാപ്ചറും ട്രാൻസ്പോർട്ടും നടത്തുന്നു, അതുപോലെ റെസ്പിറേഷനും നടത്തുന്നു. എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെൻ്റ് ആണ്. ഡയേഷ്യസ് ആണ്, റീപ്രൊഡക്ഷൻ സെക്ഷുവൽ ആണ്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഫൈലം ഹെമികോഡേറ്റ. ഇവർക്ക് ബോഡിക്ക് 3 പാർട്ടുണ്ട്: പ്രൊബോസിസ്, കോളറ്, ട്രങ്ക്. ഈ കോളർ എന്ന് പറയുന്ന റീജിയനിൽ ഒരു റുഡിമെൻ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒട്ടും ഡെവലപ്ഡ് അല്ലാത്ത ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് സ്റ്റോമോകോഡ് എന്ന് പറയുന്നത്. ഈ സ്റ്റോമോകോഡിന് ഫൈലം കോഡേറ്റയിലെ മെമ്പേഴ്സിൽ കാണപ്പെടുന്ന നോട്ടോകോഡ് എന്ന് പറയുന്ന സ്ട്രക്ചറുമായിട്ട് സിമിലാരിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ ആദ്യം ഫൈലം കോഡേറ്റയുടെ ഒരു സബ് ഫൈലമായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. പിന്നീടാണ് ഒരു സെപ്പറേറ്റ് ഫൈലമായിട്ട് മാറ്റിയത്. വേം ലൈക്ക് മറൈൻ ഓർഗാനിസംസ് ആണ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്, ബൈലാറ്ററൽ സിമെട്രി, ട്രിപ്ലോബ്ലാസ്റ്റിക്, സീലോമേറ്റ്. സിലിണ്ട്രിക്കൽ ബോഡിയാണ്. ബോഡി പാർട്സ് നമ്മൾ പറഞ്ഞു. ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ ആണ്. ഗിൽസ് ആണ് റെസ്പിറേഷൻ നടത്തുന്നത്. എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് പ്രൊബോസിസ് ഗ്ലാൻഡ്. ഡയേഷ്യസ് ആണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ബെലനോഗ്ലോസസും സാക്കോഗ്ലോസസും. ഇത്രയാണ് ഈ 2 ഫൈലത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി MCQs ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അഡൾട്ട് എക്കൈനോഡേംസ് എക്സിബിറ്റ്. അഡൾട്ട് എക്കൈനോഡേംസിന് റേഡിയൽ സിമെട്രി ആണ്. ലാർവയ്ക്കാണ് ബൈലാറ്ററൽ സിമെട്രി. ഓപ്ഷൻ ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ എൻഡോസ്കെലട്ടൺ ഓഫ് എക്കൈനോഡേംസ് ഈസ് മെയ്ഡ് ഓഫ്. എക്കൈനോഡേംസിന് ഒരു എൻഡോസ്കെലട്ടൺ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? അപ്പോൾ ഈ എൻഡോസ്കെലട്ടൺ കാരണമാണ് അവർക്ക് എക്കൈനോഡേംസ് എന്ന് പേര് തന്നെ വന്നത്. സ്പൈനി ബോഡീഡ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ എൻഡോസ്കെലട്ടൺ എന്തുകൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്? കാൽക്കേറിയസ് ഓസിക്കിൾസ് കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ സി. തേർഡ് ക്വസ്റ്റ്യൻ, ദ റൂഡിമെൻ്ററി സ്ട്രക്ചർ പ്രസൻറ്റ് ഇൻ കോളർ റീജിയൻ ഓഫ് ഹെമികോഡേറ്റ. നമ്മൾ പറഞ്ഞു ഹെമികോഡേറ്റയ്ക്ക് എന്തൊക്കെയായിരുന്നു ഉള്ളത്? 3 പാർട്സ് ഉണ്ടായിരുന്നു. ഈ 3 പാർട്സ് എന്ന് പറഞ്ഞാൽ പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക് ആണ്. കോളർ എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ കോഡേറ്റയിലെ മെമ്പേഴ്സിൻ്റെ നോട്ടോകോഡിനോട് സാദൃശ്യമുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അതേതാണെന്നാണ് ചോദിക്കുന്നത്. സ്റ്റോമോകോഡാണ്. സ്റ്റോമോകോഡ് ഒരു റുഡിമെൻ്ററി സ്ട്രക്ചറാണ്, അതായത് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചർ, ഒട്ടും ഡെവലപ്ഡ് അല്ലാത്ത ഒരു സ്ട്രക്ചർ. അതാണ് സ്റ്റോമോകോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫെർട്ടിലൈസേഷൻ ഇൻ എക്കൈനോഡേംസ് ഈസ് യൂഷ്വലി. എക്കൈനോഡേംസിലെ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. എക്കൈനോഡേംസിൽ ഫെർട്ടിലൈസേഷൻ ബോഡിയുടെ പുറത്ത് വെച്ചാണ് നടക്കുന്നത്, അതായത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് എക്കൈനോഡെർമേറ്റ. എക്കൈനോഡെർമേറ്റയെക്കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? സെക്സസ് ആർ സെപ്പറേറ്റ് അല്ലെങ്കിൽ ഡയേഷ്യസ്, കറക്റ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ യൂഷ്വലി ഈസ് എക്സ്റ്റേണൽ, ബോഡിയുടെ പുറത്ത് വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, കറക്റ്റ് ആണ്. ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ്, കാരണം അവർക്കൊരു ലാർവൽ സ്റ്റേജ് ഉണ്ട്, അതുകൊണ്ട് ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. ലാർവ ഈസ് ഫ്രീ സ്വിമ്മിങ്, ഫ്രീ സ്വിമ്മിങ് ലാർവയാണുള്ളത്. എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സിക്സ്ത് ക്വസ്റ്റ്യൻ, അസേർഷൻ ആൻഡ് റീസൺ. അസേർഷൻ, വാട്ടർ വാസ്കുലർ സിസ്റ്റം ഈസ് ദ മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഓഫ് എക്കൈനോഡേംസ്. എക്കൈനോഡേംസിൻ്റെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ എന്താണ്? വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ പ്രസൻസ് ആണ്, കറക്റ്റ് ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ, ഫുഡ് ക്യാപ്ചർ, ഫുഡ് ട്രാൻസ്പോർട്ട് ആൻഡ് റെസ്പിറേഷൻ. വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് ആണ് പറഞ്ഞത്. ലോക്കോമോഷൻ, ഫുഡ് ക്യാപ്ചർ, ഫുഡ് ട്രാൻസ്പോർട്ട്, റെസ്പിറേഷൻ, അതും കറക്റ്റ് ആണ്.
അസേർഷനും റീസണും കറക്റ്റ് ആണ്. അതുപോലെ തന്നെ അസേർഷൻ റീസണിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ എ. മാച്ച് ദ ഫോളോയിങ്. കോളം 1 ആസ്റ്റെരിയാസ്, എക്കൈനസ്, ആൻറ്റിഡോൺ, ഒഫ്യൂറ. കോളം 2 സീ ലില്ലി, സ്റ്റാർ ഫിഷ്, സീ അർച്ചിൻ, ബ്രിട്ടിൽ സ്റ്റാർ. ആസ്റ്റെരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർ ഫിഷ് ആണ്. A2 ആണ് വന്നിരിക്കുന്നത്. A2 ഉള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. B1 ആണോ 3 ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എക്കൈനസ്. എക്കൈനസ് എന്താണ്? എക്കൈനസ് എന്ന് പറഞ്ഞാൽ സീ അർച്ചിനാണ്. സോ ഓപ്ഷൻ എ. ആൻറ്റിഡോൺ ആണ് സീ ലില്ലി, ഒഫ്യൂറ, ബ്രിട്ടിൽ സ്റ്റാർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ എക്സ്ക്രീറ്ററി സിസ്റ്റം ഇൻ എക്കൈനോഡേംസ് ഈസ്. എക്കൈനോഡേംസിലെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ പേരെന്താണ്? നമ്മൾ എന്താ പഠിച്ച എക്കൈനോഡേംസിൽ? അവർക്കൊരു എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല. അവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് മൗത്തും ഏനസും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയാൻ ഇല്ല. അത് ആബ്സെൻ്റ് ആണ്. 9th ക്വസ്റ്റ്യൻ. ഹെമികോഡേറ്റ ഈസ് നൗ പ്ലേസ്ഡ് അണ്ടർ. ഹെമികോഡേറ്റ ഇപ്പോൾ ഏതിൻ്റെ അണ്ടറിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? അതായത് നോൺ കോഡേറ്റ. നേരത്തെ കോഡേറ്റയുടെ ഒരു സബ് ഫൈലമായിട്ടായിരുന്നു ഹെമികോഡേറ്റനെ കൺസിഡർ ചെയ്തിരുന്നത്. പിന്നീട് അതിൽ നിന്ന് മാറ്റി മറ്റൊരു ഫൈലമായിട്ട് മാറ്റി. അപ്പോൾ കോഡേറ്റ അല്ലാത്ത മറ്റേ എല്ലാ ഫൈലത്തിനെയും നമുക്ക് നോൺ കോഡേറ്റ എന്ന് പറയാം. കോഡേറ്റ അല്ലാത്ത എല്ലാ ഫൈലസിനെയും നോൺ കോഡേറ്റ എന്ന് പറയാം. കോഡേറ്റ എന്ന് പറഞ്ഞാൽ നോട്ടോ കോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉള്ളവരെയാണ് നമ്മൾ കോഡേറ്റയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോട്ടോ കോഡ് ഇല്ലാത്ത മറ്റുള്ളവരെയെല്ലാം നോൺ കോഡേറ്റ എന്ന് പറയുന്ന ഫൈലം ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെമികോഡേറ്റ നോൺ കോഡേറ്റയിൽ പെടുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത്രയാണ് എക്കൈനോഡേംസിനെ പറ്റിയും ഹെമികോഡേറ്റ്സിനെ പറ്റിയിട്ടും ഉള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫൈലം കോഡേറ്റയെ പറ്റിയാണ് പഠിക്കുന്നത്. See you later. Thank you.